ഹലോ മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് LPG. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള അത്യാവശ്യം വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ് LPG. അപ്പോൾ LPGയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിബറലൈസേഷനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സാമിന് എഴുതാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ലിബറലൈസേഷൻ എന്താണ് എന്നുള്ളത് വളരെ ബ്രീഫായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ ലിബറേറ്റിംഗ് ദ എക്കണോമി ഫ്രം ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ്, ഗവൺമെൻറ്റിൻ്റെ അധികമായിട്ടുള്ള റെസ്ട്രിക്ഷൻസിൽ നിന്നും നമ്മുടെ എക്കണോമിയെ കുറച്ചുകൂടെ ഫ്രീ ആക്കുക, ലിബറൽ ആക്കുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ലിബറലൈസേഷൻ പല മേഖലകളിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടർ റീഫോംസ്, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്, ടാക്സ് റീഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്, ദെൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്. അപ്പോൾ ഓരോന്നായിട്ട് വളരെ ബ്രീഫായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ സെക്ടർ റീഫോംസ്, നമുക്ക് മറ്റൊരു പേരിൽ കൂടെ പറയാം ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇവിടെ മെയിനായിട്ടും 4 കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യത്തേത് ഡീ ലൈസൻസിങ് ആണ്. അതായത് ആൽക്കഹോൾ, ഹസാഡസ് കെമിക്കൽസ്, ഇങ്ങനെ ചില ഇൻഡസ്ട്രീസ് മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ ലൈസൻസിങ് നിർബന്ധമാക്കി. ബാക്കി എല്ലാ ഇൻഡസ്ട്രീസിനെയും ഡീ ലൈസൻസ് ചെയ്തു. അടുത്തതാണ് ഡീ റിസർവേഷൻ. പബ്ലിക് സെക്ടറിന് മാത്രമായിട്ട് ചില ഇൻഡസ്ട്രീസ് ഒക്കെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഡീ റിസർവ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ആറ്റോമിക് എനർജി, ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ റെയിൽവേ, ഇത് മാത്രം പബ്ലിക് സെക്ടറിന് മാത്രമായിട്ട് റിസർവ് ചെയ്തു. ദെൻ അടുത്തതാണ് ഡീ റിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ. സ്മോൾ സ്കെയിൽ സെക്ടർ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കുറച്ച് ഗുഡ്സ് എല്ലാം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഡീ റിസർവ് ചെയ്തു. ദെൻ അടുത്തതാണ് അമെൻമെൻറ്റ് ഓഫ് MRTP ആൻഡ് ഫെറ. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് MRTP ആക്ടിലും ഫെറ ആക്ടിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്. ഫിനാൻഷ്യൽ സെക്ടറിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ് ചെയ്തു. ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്കുകൾ അലൗ ചെയ്തു. ഡെപ്പോസിറ്റിൻ്റെയും ലെൻഡിങ്ങിൻ്റെയും റേറ്റ്സ് ഡീറെഗുലേറ്റ് ചെയ്തു. CRRും SLRും റെഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് സെക്ടറും മ്യൂച്വൽ ഫണ്ടും പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ ചെയ്തു കൊടുത്തു. ക്യാപിറ്റൽ മാർക്കറ്റും ലിബറലൈസ് ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ അലൗ ചെയ്തു. ഇത്രയും മാറ്റങ്ങളാണ് ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ സെക്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് ടാക്സ് റീഫോംസ്. ഇവിടെ വന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും എല്ലാം റെഡ്യൂസ് ചെയ്തു. GST ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടാക്സിൽ ഇത്രയും മാറ്റങ്ങൾ നടന്നപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് സെക്ടറിൽ നടന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പീനെ ഡീവാല്യൂ ചെയ്യുകയാണ് ചെയ്തത്. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുകയാണ് ഉണ്ടായത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 85 രൂപ കൊടുത്താൽ $1 കിട്ടേണ്ട സ്ഥലത്ത് ഇനി 95 രൂപ കൊടുത്താലേ $1 കിട്ടൂ എന്നർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ കുറയും, ക്യാപിറ്റൽ ഇൻഫ്ലോ കൂടും. അപ്പോൾ ആദ്യമെല്ലാം RBI ആയിരുന്നു എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് മാറ്റി മാർക്കറ്റ് ഡിറ്റർമൈൻഡ് എക്സ്ചേഞ്ച് റേറ്റ് ആക്കി മാറ്റി. അവസാനത്തേതാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്. ഇവിടെ നമ്മുടെ ഇമ്പോർട്ട് കൂടുതൽ ലിബറലൈസ് ചെയ്യാണ് ഉണ്ടായത്. അവിടെ ഇമ്പോർട്ടിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും മേലെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്തു. ഇമ്പോർട്ട് ഡ്യൂട്ടിയും എക്സ്പോർട്ട് ഡ്യൂട്ടിയും റെഡ്യൂസ് ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇമ്പോർട്ട് ലൈസൻസിങ് അബോളിഷ് ചെയ്തു. അതിൽ തന്നെ ഹസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ നിന്നുമുള്ള ഇമ്പോർട്ടുകൾ ഒഴികെ ബാക്കി എല്ലാ ഇമ്പോർട്ടുകളുടെയും മേലെയുള്ള ലൈസൻസിങ് റദ്ദാക്കി. ഇത്രയും മാറ്റങ്ങളാണ് നമ്മുടെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിൽ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന റീഫോംസ്. അപ്പോൾ ലിബറലൈസേഷനെ കുറിച്ച് 5 മാർക്കിനോ 8 മാർക്കിനോ ഒക്കെ നമ്മൾക്ക് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ റീഫോംസ്, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്, ടാക്സ് റീഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്, അതുപോലെ തന്നെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്, ഇത്രയും കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ലിബറലൈസേഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.